ഹായ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ടോപ്പിക് എന്ന് വെച്ചാൽ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പ്രോമിസ് കുറിച്ചാണ് സംസാരിച്ചിരുന്നത്. അപ്പോൾ പ്രോമിസ് അതുപോലെ തന്നെ കോൾ ബാക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അതായത് നോർമലി ഒരു ജാവാസ്ക്രിപ്റ്റ് എന്താണ്, സിങ്ക്രണസ് ആണ്. അപ്പോൾ സിങ്ക്രണസിനെ നമ്മൾ അസിങ്ക്രണസ് ആക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന കുറച്ച് ഫങ്ഷൻസും അതിൻ്റെ ആ ഒരു ടോപ്പിക്കിനെ കുറിച്ചാണ് സംസാരിക്കുന്നുണ്ടായിരുന്നത്. അതിലൊന്നാമത്തതാണ് കോൾ ബാക്ക്. അത് നമ്മൾ പഠിച്ചു. കോൾ ബാക്ക് ഹെല്ല് ഉണ്ടായതുകൊണ്ടാണ് നമ്മൾ പ്രോമിസ് ഉപയോഗിക്കുന്നത് എന്നുള്ളത് കാര്യങ്ങൾ പഠിച്ചു. അപ്പോൾ എന്തായി, അവിടെ തന്നെ നമുക്ക് കിട്ടി കോൾ ബാക്കും അതുപോലെ തന്നെ പ്രോമിസും. പിന്നെ ഒന്നും കൂടി ഉണ്ട്, അസിങ്ക് അവൈറ്റ് എന്നുള്ള ഒരു കൺസെപ്റ്റും കൂടി ഉണ്ട്. അപ്പോൾ അസിങ്ക് അവൈറ്റ് എന്തിനാണ്, അത് എന്തിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്നുള്ള കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ ഇപ്പോൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ പ്രോപ്പറായി മനസ്സിലാക്കുക. നമ്മൾ ജാവാസ്ക്രിപ്റ്റ് സിങ്ക്രണസ് ആണ്, അത് അസിങ്ക്രണസ് ആക്കാൻ വേണ്ടിയാണ് നമ്മൾ ഉപയോഗിക്കുന്ന കോൾ ബാക്ക് അതുപോലെ പ്രോമിസ്, അസിങ്ക് അവൈറ്റ്. അപ്പോൾ എന്തിനാ 3 ടോപ്പിക്ക്. അപ്പോൾ നമ്മൾ പറഞ്ഞു കോൾ ബാക്ക് എന്നുള്ളത് കുറച്ച് പഴയ മെത്തേഡാണ്. അപ്പോൾ അതിൽ കുറച്ച് ഇഷ്യൂസ് ഉണ്ട്. കോൾ ബാക്ക് ഹെല്ല് എന്നുള്ള കുറച്ച് കൺസെപ്റ്റ് വരുന്നുണ്ട്. അതിനെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രോമിസ് ഉപയോഗിച്ചത്. ഇനി എന്തിനാണ് അപ്പോൾ അസിങ്ക് അവൈറ്റ്, പ്രോമിസ് ഉണ്ടല്ലോ, അപ്പോൾ പ്രോമിസിൽ എന്തോ ഇഷ്യൂ ഉണ്ട്, അതിനെ സോൾവ് ചെയ്യാനാണോ അസിങ്ക് അവൈറ്റ് വരുന്നത് നിങ്ങൾ സംശയിക്കുന്നുണ്ടാവും. അല്ല, ഇവിടെ എന്താണെന്ന് വെച്ചാൽ പ്രോമിസിന് നമ്മൾ കണ്ടിട്ടുണ്ടാവും. നിങ്ങൾ പ്രോമിസിന് എഴുതുമ്പോൾ തന്നെ ഈ പറഞ്ഞതുപോലെ ഡോട്ട് ഇതെന്ന് പറഞ്ഞിട്ട് കുറച്ച് കൺസെപ്റ്റ് ഇങ്ങനെ എഴുതി നമുക്ക് പോകണം. കുറേ എന്താണ് റീഡബിലിറ്റി നമുക്ക് ഉണ്ടാവാൻ സാധ്യതയില്ല, അതായത് വെല്ല പ്രോമിസിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. പക്ഷേ നമ്മൾ അസിങ്ക് അവൈറ്റ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും സിമ്പിളസ്റ്റ് ആയിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു കോഡ്, ഒരു അസിങ്ക്രണസ് ഫങ്ഷനെ നമുക്ക് മോർ എഫിഷ്യൻസിയിൽ നമുക്ക് എഴുതാനും പറ്റും. അതുപോലെ തന്നെ നമുക്ക് റീഡബിളും കൂടി ആയിരിക്കും. ഓക്കെ, ആ ഒരു കൺസെപ്റ്റിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ അസിങ്ക് അവൈറ്റ് എന്ന് വെച്ചാൽ നോർമലി എന്താണ് അസിങ്ക്, എന്താണ് അവൈറ്റ്, ഇത് രണ്ട് വേർഡാണ്. ഓക്കെ, അസിങ്ക് എന്ന് വെച്ചാൽ എപ്പോഴാണോ ഒരു പ്രോമിസിനെ ഒരു ഫംഗ്ഷൻ ഒരു പ്രോമിസിനെയാണ് റിട്ടേൺ ചെയ്യുന്നത്. കഴിഞ്ഞ വീഡിയോ നമ്മൾ ഒരു പ്രോമിസിനെ റിട്ടേൺ ചെയ്തിട്ടുണ്ട്, അത് പോയി ഒന്ന് നോക്കുക. ഇത് പ്രോമിസിൻ്റെ കേസിൽ തന്നെ വരുന്നത്. ഒരു പ്രോമിസ് എപ്പോഴാണ് ഒരു ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യുന്നത്, ആ ഫംഗ്ഷൻ എന്തായിരിക്കും, അസിങ്ക് എന്നുള്ള ഒരു ഫംഗ്ഷൻ ആയിരിക്കും. ഓക്കെ, അതേപോലെ തന്നെ അവൈറ്റ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം കൊണ്ട് ഈ അവൈറ്റ് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നിങ്ങൾക്കെല്ലാം അറിയുന്ന പോലെ പറയുകയാണെങ്കിൽ നമുക്കൊരു എക്സിക്യൂഷൻ നടക്കുന്നത് സ്റ്റോപ്പ് ചെയ്യണം. ഫോർ എക്സാമ്പിൾ, ഒരു എക്സിക്യൂഷൻ നടക്കുന്നുണ്ട്. നോർമലി സിങ്ക്രണസ് ആയതുകൊണ്ട് ഇങ്ങനെ എക്സിക്യൂഷൻ നടന്ന് വരുന്നുണ്ട്. പക്ഷെ നോർമലി നമുക്കൊരു എക്സിക്യൂഷൻ നിന്ന് അടുത്തൊരു എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്ത് പിന്നെ ഇത് വർക്കൗട്ട് ചെയ്താൽ മതി എങ്കിലുണ്ടെങ്കിൽ നമ്മൾ അവൈറ്റ് എന്നുള്ള ഒരു കീവേഡാണ് ഉപയോഗിക്കുന്നത്. അവൈറ്റ് എവിടെയാണോ ഉപയോഗിക്കുന്നത് അവിടെയൊക്കെ ഫംഗ്ഷൻ എന്താക്കിയിരിക്കും വേണം, അസിങ്ക് ആക്കിയിരിക്കും വേണം. ഓക്കെ, അപ്പോൾ നോർമലി പ്രോമിസിൻ്റെ കേസിലാണ്, അതായത് ഒരു അസിങ്ക് ഫംഗ്ഷൻ എന്നുള്ളത് ഒരു പ്രോമിസിനെ റിട്ടേൺ ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ അവൈറ്റ്, അതായത് ഒന്നും കൂടി നമ്മൾ പ്രോമിസിന് എന്ത് ചെയ്യുക, ചെറുതാക്കി നല്ല രീതിയിൽ എഴുതാൻ പറ്റും എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കൺസെപ്റ്റൊക്കെ പറഞ്ഞിരുന്നു. ഓക്കെ, ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അത് എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ എന്താ വെച്ചാൽ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നുണ്ടാവും. സ്ക്രീനിൽ കാണുന്നത് ഞാനൊരു ഫംഗ്ഷൻ എഴുതാൻ പോകണം. ഇപ്പോൾ നോർമലി ഞാനൊരു ഫംഗ്ഷൻ എഴുതി, ഫംഗ്ഷൻ എന്നിട്ടൊരു ഡിസ്പ്ലേ എന്ന് പറഞ്ഞിട്ടൊരു ഫംഗ്ഷൻ എഴുതാണ്. ഓക്കെ, ഡിസ്പ്ലേ എന്ന് പറഞ്ഞിട്ടൊരു ഫംഗ്ഷൻ എഴുതാണ്. എന്നിട്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്തു. ഞാൻ റിട്ടേൺ ചെയ്യണം, നോർമലി ഒരു ഫംഗ്ഷൻ ഞാൻ റിട്ടേൺ ചെയ്യണം, ഹാലോ എന്നുള്ളത് റിട്ടേൺ ചെയ്യുന്നു. ഓക്കെ, ഇതിന് ഞാൻ ഇവിടെ ഫംഗ്ഷൻ്റെ തൊട്ട് മുമ്പ് അസിങ്ക് ഇവിടെയാണ് കൊടുക്കേണ്ടത്. ഓക്കെ, ഫംഗ്ഷൻ്റെ ഏറ്റവും മുന്നിലാണ് അസിങ്ക് എന്നുള്ള കീവേഡ് കൊടുക്കേണ്ടത്. എന്തിനാണ് കൊടുക്കേണ്ടത്, എങ്ങനെ കൊടുക്കേണ്ടത് എന്നുള്ള കാര്യങ്ങൾ മൊത്തം പറഞ്ഞുതരാം. അപ്പോൾ ഫംഗ്ഷന് തൊട്ട് മുമ്പായിട്ട് നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ ഞാൻ അസിങ്കാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഇവിടെ നോർമലി എന്താ സംഭവിക്കുക, ഇപ്പം ഞാൻ കാണിച്ചു തരാം. ഞാൻ പറഞ്ഞിരുന്നു അസിങ്ക് എന്നുള്ളത് അസിങ്ക് ഫംഗ്ഷൻ എന്തിനെ റിട്ടേൺ ചെയ്യുള്ളൂ, ഒരു പ്രോമിസിനാണ് റിട്ടേൺ ചെയ്യുന്നത് എന്നുള്ള കാര്യം പറഞ്ഞിരുന്നു. ഓക്കെ, നമുക്ക് നോക്കി നോക്കാം. ഒരു console.logൽ ഞാൻ എന്ത് ചെയ്തു, ഇതിന് പ്രിൻ്റ് ചെയ്തു, പിന്നെ ആ ഡിസ്പ്ലേനെ കോൾ ചെയ്തു. ഓക്കെ, കോൾ ചെയ്യുമ്പോൾ ഇവിടെ ഹലോ പ്രിൻ്റ് ചെയ്യുമോ അല്ല ഒരു പ്രോമിസിനെ റിട്ടേൺ ചെയ്യുന്നതാണ്. ഇവിടെ ഒരു പ്രോമിസിനെ റിട്ടേൺ ചെയ്യുന്നതാണ്, അതാണ് ഇവിടെ ചെയ്യുന്നത് അസിങ്ക്. ഓക്കെ, അങ്ങ് കാണിച്ചു തരാം. കണ്ടോ, ഇവിടെ റിഫ്രഷ് ചെയ്യാം. കണ്ടോ, ഇവിടെ പ്രോമിസിനെ റിട്ടേൺ ചെയ്യുന്നു, ഒരു പ്രോമിസാണ്. കണ്ടോ ഹലോ എന്നുള്ളത് ഇവിടെ ഒരു പ്രോമിസിനെ റിട്ടേൺ ചെയ്യാൻ കാരണം ഞാൻ പറഞ്ഞുള്ളൂ, നോർമലി ഒരു അസിങ്ക് ഫംഗ്ഷൻ എന്ത് ചെയ്യും, ഒരു പ്രോമിസിനാണ് റിട്ടേൺ ചെയ്യുന്നത്. ഇനി ഞാൻ നേരെ മറിച്ച് ആ അസിങ്കിനെ ഒഴിവാക്കുകയാണ്. ഓക്കെ, എന്നിട്ട് സേവ് ചെയ്തു. സേവ് ചെയ്ത ശേഷം ഒന്ന് പോയി നോക്കിക്കഴിഞ്ഞാൽ ഹലോ എന്നുള്ളത് പ്രിൻ്റ് ചെയ്തു. പക്ഷെ നേരെ മറിച്ചോ അസിങ്ക് ഇടുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, ഈ പറഞ്ഞ പ്രോമിസിനെ റിട്ടേൺ ചെയ്യുന്ന ഒരു കൺസെപ്റ്റ് വരുന്നത്. മനസ്സിലായോ, ഇതാണ് അസിങ്ക്. ഇനി അസിങ്ക് അല്ല, നമ്മൾ അസിങ്ക് കൊടുക്കണ്ട. ഓക്കെ, അസിങ്ക് കൊടുക്കാതെ
നേരെ മറ്റ് റിട്ടേൺ ചെയ്യുന്ന ഒരു പ്രോമിസിനാണെങ്കിലോ, ഞാനിപ്പോൾ ഒരു പ്രോമിസിന് കൊടുക്കുകയാണ്, പ്രോമിസ് ഡോട്ട് റിസോൾവ്. ഓക്കെ, റിസോൾവ് ആണല്ലോ, റിസോൾവ് കൊടുത്ത് ഞാൻ എന്ത് ചെയ്തു, ഇവിടെ ഹലോ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ, ഇവിടെ ഹലോ എന്ന് കൊടുത്തു, പിന്നെ സേവ് ചെയ്തതിന് ശേഷം ഒന്നുകൂടി പോയി നോക്കിക്കഴിഞ്ഞാൽ കണ്ടോ, അത് നേരത്തെ കാണിച്ച അസിങ്കില്ലേ, ആ അസിങ്ങിൻ്റെ അതേ കൺസെപ്റ്റാണ് ഇവിടെയും വന്നിട്ടുള്ളത്. അപ്പോൾ പ്രോമിസ്, ഈ അസിങ് എന്നുള്ളത് പ്രോമിസിനാണ് റിട്ടേൺ ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് കിട്ടി. ഓക്കെ, അപ്പോൾ അസിങ് എന്തിനാ, അസിങ് എന്നുള്ളത് ഒരു പ്രോമിസ് ഫംഗ്ഷനെ റിട്ടേൺ ചെയ്യും. അപ്പോൾ അസിങ് എന്തിനാണ്, അവൈറ്റ് നമ്മൾ ഉപയോഗിക്കണം, ഒരു ഫംഗ്ഷനുള്ളിൽ നമ്മൾ അവൈറ്റ് ഉപയോഗിക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം, ഈ പറഞ്ഞ അസിങ് ഫംഗ്ഷൻ ആയിരിക്കണം. അസിങ് ഫംഗ്ഷൻ്റെ ഉള്ളിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ അവൈറ്റ് എന്നുള്ള കീവേഡ് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അവൈറ്റ് എന്തിനാ, ഒരു എക്സിക്യൂഷനെ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അവൈറ്റ് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് അത് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഒന്ന് നോക്കി നോക്കാം അവൈറ്റിന് വേണ്ടി. ഓക്കെ, അവൈറ്റ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, അവൈറ്റ് ഉപയോഗിച്ചിട്ടില്ല ഇനി അസിങ് ഉപയോഗിച്ചാൽ എന്താ സംഭവിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യും, വീഡിയോയിൽ പഠിക്കാം. ഓക്കെ, അപ്പോൾ നമുക്കിപ്പോൾ നമ്മൾ കഴിഞ്ഞ ചെയ്ത കോഡ് ഇപ്പോൾ ഞാൻ തൽക്കാലം അതിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നു, റിമൂവ് ചെയ്യാണ്. ഓക്കെ, അസിങ് ഒഴിവാക്കാണ്. ഓക്കെ, ഇവിടെ ഡിസ്പ്ലേ എന്നുള്ള ഇത് ഫംഗ്ഷൻ കോൾ ചെയ്യുന്നത് അതും ഒഴിവാക്കണം. ഓക്കെ, നോർമലി ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ടത് വെച്ചാൽ ഞാനിപ്പോൾ ഒരു പ്രോമിസ് എഴുതാൻ പോവാണ്, ഒരു ഫംഗ്ഷനുള്ളിൽ ഒരു പ്രോമിസ് എഴുതാണ്. ആ പ്രോമിസിനെ ഒരു വേരിയബിളിലാണ് എന്ത് ചെയ്യുന്നത്, അസൈൻ ചെയ്യുന്നത്. ഓക്കെ, ഒരു വേരിയബിൾ ഞാൻ എന്ത് ചെയ്യുന്നു, ഒരു വേരിയബിൾ എഴുതുന്നു, അതിൽ ഞാൻ എന്ത് ചെയ്തു, പ്രോമിസ് എഴുതുന്നു. ഓക്കെ, ജസ്റ്റ് പ്രോമിസേക്ക് അസൈൻ ചെയ്തു. പിന്നെയാണ് ന്യൂ പ്രോമിസ് എന്നുള്ള ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാണ്. അത് ഞാൻ പറഞ്ഞു ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്യണം. അതെങ്ങനെ എഴുതാൻ അറിയില്ല, അല്ലെങ്കിൽ പ്രോമിസിൻ്റെ കൺസെപ്റ്റ് അറിയില്ല എന്ന് പറയുന്ന ആൾക്കാർ നമ്മൾ പ്രീവിയസ് വീഡിയോ ഉണ്ട്, അത് പോയി മസ്റ്റായിട്ടും വാച്ച് ചെയ്യുക. ഓക്കെ, അപ്പോൾ അതിന് രണ്ട് എന്തുണ്ടാവും, ആർഗ്യുമെൻ്റ് ഉണ്ടാവും, ഒന്ന് റിസോൾവും മറ്റൊന്ന് റിജക്റ്റും. ഓക്കെ, റിജക്റ്റ് എന്നുള്ള കൺസെപ്റ്റ് ഉണ്ടാവും. എന്നിട്ട് ഒരു കോൾ ബാക്ക് എന്ത് ചെയ്യും, ഇവിടെ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിന് ശേഷം ഒരു സെറ്റ് ടൈം ഇട്ടിടുക. ഓക്കെ, സെറ്റ് ടൈം ഇട്ട് എന്തിനാ, ഞാൻ പറഞ്ഞു നമുക്കിപ്പോൾ നോർമലി എന്തില്ല, ഒരു ടൈമിംഗ് എടുക്കുന്ന ഒരു ഡിലേ ഫംഗ്ഷൻ ഇല്ല, കാരണം API കോളോ കാര്യങ്ങളൊന്നും നമ്മൾ വിളിക്കുന്നില്ല. അപ്പോൾ നമ്മൾ തന്നെ ആയിട്ട് എന്ത് ചെയ്യുന്നു, കുറച്ച് ഡിലേ വരുത്താണ് ഒരു ഫംഗ്ഷൻ. ഓക്കെ, അതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക, ഒരു സെറ്റ് ടൈം ഇട്ട് എഴുതിയതിന് ശേഷം എത്ര സെക്കൻഡ്, ഒരു 2 സെക്കൻഡ് കഴിഞ്ഞിട്ട് മതി നമുക്ക്. ഓക്കെ, ഒരു 2 സെക്കൻഡ് കഴിഞ്ഞ് 2000 മില്ലി സെക്കൻഡാണ് 2 സെക്കൻഡ്. ഓക്കെ, ദെൻ നമ്മൾ എന്ത് ചെയ്യുകയാണെന്ന് വെച്ചാൽ ഇവിടെ HTML നമ്മൾ കാണിച്ചു കൊടുക്കേണ്ടത്. ഓക്കെ, നമുക്കിപ്പോൾ ഒരു കൺസെപ്റ്റ് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ HTML കാണിച്ചു കൊടുക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇപ്പോൾ സെറ്റ് ടൈം ഔട്ട് കാണുന്നു, ആ സെറ്റ് ടൈം ഔട്ടിലാണ് എന്ത് ചെയ്യുന്നത് ഇപ്പോൾ ഉള്ളത്. ഇനി എന്താണെന്ന് വെച്ചാൽ ഈ വെൽക്കം ടു വെസ്ലൻ എന്ന് മാറ്റിയിട്ട്, ജാവാസ്ക്രിപ്റ്റ് ട്യൂട്ടോറിയൽ എന്ന് മാറ്റിയിട്ട് നമ്മൾ വേറെ എന്തെങ്കിലും കണ്ടന്റ് നമ്മൾ എന്ത് കൊടുക്കണം. ഓക്കെ, അതിനുവേണ്ടി എന്ത് ചെയ്യണം, നമ്മൾ ID വെച്ചിട്ടാണ് നമ്മൾ പഠിച്ചിരുന്നു, ഡോം വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആക്സസ് ചെയ്യുന്നതെന്ന്. ഡോം പോയി നോക്കുക. ഓക്കെ, ഡോം എന്ത് ചെയ്താൽ ID കൊടുത്തിട്ടുണ്ട്, ഹെഡിങ് എന്നാണ് IDൻ്റെ പേര്. ഓക്കെ, അത് കോപ്പി ചെയ്യുക. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ എനിക്കിപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ തൽക്കാലം ഈ സെറ്റ് ടൈം ഔട്ട് വെച്ചിട്ട് ഒരു റിസോൾവ് എടുക്കണം. റിസോൾവിൽ ഞാൻ എന്ത് ചെയ്യുന്നു, തൽക്കാലം എന്തെങ്കിലും കൊടുക്കുക. ഇപ്പോൾ വെൽക്കം ടു വെസ്ലൻ എന്താണോ റിപ്ലേസ് ചെയ്യേണ്ടത് ആ റിപ്ലേസ് ചെയ്യുന്നത് ഞാൻ ഇവിടെ കൊടുക്കുന്നു. ഓക്കെ, വെൽക്കം ടു വെസ് ഹബ് എന്ന് കൊടുക്കുകയാണ്. ഓക്കെ, വെസ് ഹബ് എന്ന് കൊടുത്തു. വെസ് ഹബ് എന്ന് കൊടുത്തതിന് ശേഷം ഇപ്പോൾ റിസോൾവ് ആയല്ലോ. ഇനി റിസോൾവ് ആയതിനു ശേഷം ഈ പ്രോമിസിലാണ് നമ്മൾ ആ റിട്ടേൺ ചെയ്യുന്ന വാല്യൂ ഉണ്ടാവുക. ആ റിസോൾവിൽ എന്താണോ അത് എവിടെ ഉണ്ടാവുക, പ്രോമിസിലാണ്. ഓക്കെ, ആ പ്രോമിസിൽ നമുക്ക് കിട്ടും വേണം, അതെന്ത് ചെയ്യണം, നമുക്ക് ഈ പറഞ്ഞതിൽ കാണിച്ചു കൊടുക്കും വേണം. അപ്പോൾ എന്ത് ചെയ്യണം, ഈ പറഞ്ഞ പ്രോമിസിനെ നമ്മളിവിടെ എന്ത് ചെയ്യും, ആ ഇതിൽ ആ ഡോം ഉപയോഗിച്ചിട്ട് നമ്മൾ ആ കണ്ടന്റ് എന്ത് ചെയ്യും, അസൈൻ ചെയ്യും. അതിന് വേണ്ടി എന്ത് ചെയ്യണം, ഡോക്യുമെൻറ്റ് ഡോട്ട് ഗെറ്റ് എലമെൻറ്റ് ബൈ ID. എന്താണ് ID അതോടെ പേസ്റ്റ് ചെയ്യുക, ഹെഡിങ് എന്നാണ്. ഡോട്ട് നമ്മൾ മാറ്റി കൊടുക്കണമെങ്കിൽ, നമ്മൾ കണ്ടന്റ് മാറ്റി കൊടുക്കണമെങ്കിൽ ഇന്നർ HTML. ഓക്കെ, ഇന്നർ HTML അസൈൻ എന്ത് കൊടുക്കും, ഈ പറഞ്ഞ പ്രോമിസ് ആണ് കൊടുക്കേണ്ടത്. ഓക്കെ, പ്രോമിസ് ആണ് കൊടുക്കേണ്ടത്. ഇവിടെ എന്താ സംഭവിക്കുക, ഇവിടെ പ്രോമിസ് കൊടുത്താൽ പ്രോമിസ് വർക്കാവോ നമുക്കൊന്ന് പോയി നോക്കാം. സേവ് ചെയ്ത് പോയി നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ വർക്കാവുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ എന്ത് ചെയ്യും, വെയിറ്റ് ചെയ്യിപ്പിക്കുന്നില്ല, നേരെ എന്ത് ചെയ്യും, വന്നു ഈ പറഞ്ഞ കോൾ ചെയ്യുന്നു. അതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യണം, ഈ ഡിസ്പ്ലേ ഫംഗ്ഷൻ ഇവിടെ കോൾ ചെയ്യാം. ഓക്കെ, ഡിസ്പ്ലേ ഫംഗ്ഷൻ കോൾ ചെയ്തതിന് ശേഷം എന്ത് ചെയ്യും, പോയി നോക്കിക്കഴിഞ്ഞാൽ കണ്ടോടെ ഒരു ഒബ്ജക്റ്റ് എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത്.
എന്താണ് സംഭവം മനസ്സിലാകുന്നില്ല. അത് എന്തുകൊണ്ട് ഈ ഒബ്ജക്റ്റ് അത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ ഇത്രയും വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ഫങ്ഷൻ നമ്മൾ വെയിറ്റ് ചെയ്യിപ്പിക്കാതെ അടുത്ത് എന്ത് ചെയ്യും, ഈ പറഞ്ഞ നേരെ എടുത്ത് എന്ത് ചെയ്യും, ഈ ഇന്നർ HTML ഐഡിയിൽ ഇട്ട് കൊടുക്കും. ഈ H1 ടാഗിൽ ഇട്ട് കൊടുക്കുമ്പോൾ ഇത് എന്താണെന്ന് അറിയില്ല, ഇത് ഒബ്ജക്റ്റ് ആയിട്ട് എന്ത് ചെയ്ത് നിൽക്കും. മനസ്സിലായോ? എന്താണെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യുക, ഈ പ്രോമിസിനെ കോപ്പി ചെയ്യാം. പ്രോമിസിൻ്റെ സ്പെല്ലിങ് തീയാക്കി കൊടുക്കുക. ഓക്കെ, പ്രോമിസ്. ഓക്കെ, ഇവിടെ ഈ ആക്കി കൊടുക്കാം. ഓക്കെ, ഇതേ നമുക്ക് ഇവിടെ ഈ പ്രോമിസിനൊന്ന് ലോഗ് ചെയ്ത് നോക്കാം. പ്രോമിസ് എന്നുള്ളത് കൊടുത്തതിന് ശേഷം കണ്ടോ, ഈ പ്രോമിസ് അങ്ങനെ തന്നെ റിട്ടേൺ ചെയ്തിട്ടുണ്ട്. കണ്ടോ, പെൻഡിങ് ആണ്. പെൻഡിങ്ങിന് മുമ്പ് തന്നെ ഇവിടെ പ്രിൻ്റായി. ഞാൻ പറഞ്ഞല്ലോ 3 സ്റ്റേറ്റ്മെൻ്റ് ആണ് എന്തിനുള്ളത്, പ്രോമിസിനുള്ളത്. ഒന്ന് ഫുൾഫിൽഡും, പിന്നെ പെൻഡിങ്ങും, പിന്നെ ഈ പറഞ്ഞതുപോലെ തന്നെ റിജക്റ്റും. ഓക്കെ, ഈ 3 സ്റ്റാറ്റസ് ആണ് എന്തിനുള്ളത്, ഈ പറഞ്ഞ പ്രോമിസിനുള്ളത്. അതിൽ പെൻഡിങ് ആണ്. പെൻഡിങ് എന്ന് വെച്ചാൽ ഒരു കാര്യം പൂർത്തിയായിട്ടില്ല, അപ്പം തന്നെ ഇത് വർക്ക് ചെയ്യാൻ തുടങ്ങി. അപ്പം അതിനെന്ത് ചെയ്യണം, നമ്മൾ പറഞ്ഞില്ല എക്സിക്യൂഷൻ സ്റ്റോപ്പ് ചെയ്യണം. തൽക്കാലം എക്സിക്യൂഷൻ സ്റ്റോപ്പ് ചെയ്തതിന് ശേഷം അതിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞതിന് ശേഷം മാത്രം എന്ത് ചെയ്ത് ഇത് വർക്ക് ചെയ്താൽ മതി. ഇവിടെയാണ് അവൈറ്റിൻ്റെ ഒരു ആവശ്യം വരിക. അപ്പോൾ അവൈറ്റ് എവിടെ ഇട്ട് കൊടുക്കും, അവൈറ്റ് ഇവിടെ നോക്കിയോ, ഈ പ്രോമിസ് ഫുൾഫിൽ ആവാതെ, ഒരു പ്രോമിസ് വർക്ക് ചെയ്യാതെ ഇവിടെ അസൈൻ ചെയ്തിട്ടാണ് നമുക്ക് ആ പ്രോമിസ് പെൻഡിങ് ആയി വന്നത്. അതിന് വേണ്ടി നമ്മൾ ഇവിടെ എന്ത് ചെയ്യുക, അവൈറ്റ് ചെയ്ത് കൊടുക്കുക. അവൈറ്റ് എന്ന് കൊടുത്താൽ ഇവിടെ സോൾവ് ആവില്ല. കാരണം എന്താ, കണ്ട അവിടെ എറർ ത്രൂ ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ട്, അവൈറ്റ് എന്ന് ഉപയോഗിച്ചാൽ ഫംഗ്ഷനെ അസിങ്ക് ആക്കണം എന്നുള്ളതും നിങ്ങൾ മറക്കാൻ പാടില്ല. ഓക്കെ, ആ അവൈറ്റിന് മുകളിൽ ഇങ്ങനെ വെച്ച് നിങ്ങൾക്ക് മനസ്സിലാവും, അവൈറ്റ് എക്സ്പ്രഷൻ ആർ ഓൺലി അലൗഡ് വിത്തിൻ അസിങ്ക് ഫംഗ്ഷൻ. ഓക്കെ, അപ്പോൾ ഫംഗ്ഷൻ എന്ത് ചെയ്യുക, അസിങ്ക് എന്നാക്കി കൊടുക്കുക. അത് എന്ത് ചെയ്യാം, ഫംഗ്ഷൻ തൊട്ടില്ല അസിങ്ക് ആക്കി കഴിഞ്ഞാൽ ആ എറർ പോയി. കണ്ടോ, ആ എറർ ത്രൂ ചെയ്ത് പോയി. ഓക്കെ, ഇനി സേവ് ചെയ്ത് പോയി നോക്കിക്കഴിഞ്ഞാലോ, ഈ പറഞ്ഞ ഒന്ന് റിഫ്രഷ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ 2 സെക്കൻഡ് കഴിഞ്ഞാൽ വെൽക്കം ടു വെസ് ഹബ്. മനസ്സിലായോ? ഒന്നും കൂടി റിഫ്രഷ് ചെയ്യാണ്. 2 സെക്കൻഡ് 1 2 കണ്ടോ, വെൽക്കം ടു വെസ് ഹബ് എന്നുള്ളത് ആയിക്കഴിഞ്ഞു. ഇവിടെ ആണെങ്കിലോ പ്രോമിസ് എന്നുള്ളത് ഫുൾഫിൽഡ് ആണ്. മനസ്സിലായോ? സ്റ്റേറ്റ് കണ്ടോ, പ്രോമിസിൻ്റെ സ്റ്റേറ്റ് ഫുൾഫിൽഡ് ആണ്. വെൽക്കം ടു വെസിൽ നിന്നാണ് റിസൾട്ട്. ഓക്കെ, ഇവിടെയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അവൈറ്റിൻ്റെ പവർ. ഇനി അവൈറ്റ് ഞാൻ ഒഴിവാക്കി ഇനി എന്ത് ചെയ്യും, ഇനി പോയി നോക്കിക്കഴിഞ്ഞാൽ ഒബ്ജക്റ്റ് പ്രോമിസ് എന്നുള്ളത് അവിടെ അങ്ങനെ തന്നെ നോക്കും. അന്ന് ഇനിയും അവൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ അവിടെ എന്ത് ചെയ്യും, വർക്കായി. ഇപ്പം മനസ്സിലായോ? കണ്ടോ, 2 സെക്കൻഡ് മാറി. ഇപ്പോൾ മനസ്സിലായോ എന്തിനാണ് അവൈറ്റ് എന്ന്? അവൈറ്റ് എന്ന് വെച്ചാൽ നമുക്ക് വെയിറ്റ് ചെയ്ത് നിൽപ്പിക്കണം. ഒരു എക്സിക്യൂഷന് തൽക്കാലം വെയിറ്റ് ചെയ്ത് നിൽപ്പിക്കണം. ഈ പ്രോമിസ് വർക്ക് ആയതിനു ശേഷം മാത്രമേ ഇത് വർക്ക് ചെയ്താൽ മതി. ഫോർ എക്സാമ്പിൾ ഈ സെറ്റ് ടൈം ഔട്ട് ഒരു API എന്ന് കരുതിക്കോളൂ. നിങ്ങൾ ഇപ്പോൾ എന്താണ് ഒരു പ്രൊഡക്റ്റ് ഫെച്ച് ചെയ്ത് കൊണ്ടുവരുന്ന API ആണ്. അപ്പോൾ പ്രൊഡക്റ്റ് ഫെച്ച് ചെയ്ത് കൊണ്ടുവന്നതിന് ശേഷം മാത്രം നമുക്ക് ഇവിടെ റെൻഡർ ആയാൽ മതി. റെൻഡർ എന്ന് വെച്ചാൽ നമുക്ക് ഡിസ്പ്ലേ ചെയ്താൽ മതി. അപ്പം നമ്മളിവിടെ അവൈറ്റ് കൊടുക്കാതെ ഒരു API കോൾ വിളിച്ചതിന് ശേഷം അത് നേരെ അസൈൻ ചെയ്യാൻ നോക്കിയാൽ, ആ വേരിയബിൾ അസൈൻ ചെയ്യാൻ നോക്കിയാൽ, ഇത് വേരിയബിൾ ആണല്ലോ ഈ പ്രോമിസ് എന്നുള്ളത്, ഈ വേരിയബിൾ നേരെ അസൈൻ ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ ഇതുപോലെ പെൻഡിങ് ആവും. എന്താ ഫുൾഫിൽഡ് ആവില്ല. ഫുൾഫിൽഡ് ആയതിനു ശേഷം മാത്രം വർക്കൗട്ട് ആയാൽ മതി എന്നുണ്ടെങ്കിൽ നിങ്ങൾ അവൈറ്റ് എന്നുള്ള കീവേഡ് ഉപയോഗിക്കണം. ഓക്കെ, ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും എന്തുകൊണ്ട് അവൈറ്റ് എന്തുകൊണ്ട് അസിങ്ക് എന്ന് ഉപയോഗിക്കണം എന്നുള്ളത്. നോർമലി ഇപ്പോൾ നമ്മൾ ഒരു പ്രോമിസ് തന്നെ ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ഈ പറഞ്ഞ പോലെ പ്രോമിസ് ഡോട്ട് ദെന്ന് ഇല്ല എറർ ആണെങ്കിൽ ക്യാച്ച് ഇട്ട് അത് എറർ എന്ത് ചെയ്യണം, സോൾവ് ചെയ്യണം. പക്ഷേ നേരെ മറിച്ച് ഇങ്ങനെ തന്നെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്തില്ല, ഈ പറഞ്ഞ ഡോട്ട് ദെന്നോ ഇല്ലെങ്കിൽ കോഡിൻ്റെ നീളം കൂട്ടേണ്ട ആവശ്യമില്ല. ജസ്റ്റ് എന്തായാലും ഒരു അസിങ്ക് എന്നുള്ള ഫംഗ്ഷൻ മുകളിൽ ഇട്ട് കൊടുത്താൽ മതി. അവൈറ്റ് എന്നുള്ളത് ഇവിടെ വേരിയബിളിൻ്റെ അടുത്ത് ഇട്ട് കൊടുത്താൽ മതി. ഓക്കെ, ഇപ്പോൾ ഇങ്ങനെ മനസ്സിലായെന്ന് തോന്നുന്നു. മനസ്സിലായില്ലെങ്കിൽ നമ്മുടെ ടെലിഗ്രാമിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അത് ക്ലിക്ക് ചെയ്യുക, സംശയം ചോദിക്കുക. ഓക്കെ, ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും, നമ്മൾ ഒന്നും കൂടി വരച്ച് കാണിച്ചു തരും. ഇവിടെ എന്തുകൊണ്ട് എക്സിക്യൂഷൻ എവിടെയൊക്കെയാണ് പോകുന്നത്, പിന്നെ കോൾ സ്റ്റാക്കിൻ്റെയും അതുപോലെ തന്നെ കോൾ ബാക്ക് ക്യൂവിൻ്റെ കാര്യം പറഞ്ഞു. പിന്നെ പ്രോമിസിലാണെങ്കിൽ മൈക്രോ ക്യൂ പറഞ്ഞിരുന്നു. അതൊക്കെ നമ്മൾ എന്ത് പ്രോപ്പറായിട്ട് ഇനി വരുന്ന വീഡിയോകളിൽ പറയുന്നതാണ്. ഇതുപോലുള്ള നല്ല നല്ല കണ്ടൻറ്റും അതുപോലെ തന്നെ ഈ പറഞ്ഞ ലേൺ ചെയ്യണം, ഇനിയും കൂടുതൽ അഡ്വാൻസ് ലേൺ ചെയ്യണം എന്ന് തോന്നുകയാണെങ്കിൽ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ആർക്കാണോ ഇങ്ങനെ പഠിക്കാൻ ആഗ്രഹമുള്ളത് നിങ്ങളുടെ ഫ്രണ്ട്സിനെ അവർക്കും എന്ത് ചെയ്യുക, അയച്ചു കൊടുക്കുക. അപ്പോൾ അടുത്ത ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണാം. കീപ്പ് വാച്ചിങ്.